മന്ത്രി എ കെ ശശീന്ദ്രൻ നാളെ ശരത് പവാറിനെ കാണും. പവാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് കൂടിക്കാഴ്ച. പി.സി. ചാക്കോയും തോമസ് കെ തോമസും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രിമാറ്റം ചർച്ചയാകുമോ എന്ന് അറിയില്ല എന്നും എ കെ ശശീന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എൻസിപിയിലെ ഈ മന്ത്രിമാറ്റം സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? അറിയില്ല. താങ്കൾ മാറണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പറയാത്ത കാര്യങ്ങനെ ഞാൻ പറയാം. ഈ പാർട്ടിയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്, തോമസ് കെ തോമസ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു മന്ത്രിസ്ഥാനത്തിന് എന്നൊക്കെ ഒരു വാർത്തകൾ. അത്രയും എനിക്കറിയില്ല. ഒരു കാര്യമില്ല, ഒരു ആശയക്കുഴപ്പവും നമ്മളെ പാർട്ടിയിലില്ല. ഇന്നത്തെ മീറ്റിംഗിൽ ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് പറ്റി ആലോചിക്കാനുള്ള പാർട്ടിയുടെ മീറ്റിംഗ്, നിയോജകമണ്ഡലം പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് അല്ല പാർട്ടിയുടെ നയം തീരുമാനിക്കുക. പാർട്ടി ദേശീയ അധ്യക്ഷനെ കാണുന്നുണ്ടോ താങ്കൾ, ശരത് പവാറിനെ? അതിലൊരു സത്യമുണ്ട്. ഞാൻ നാളെ മീറ്റിംഗ് കണ്ടു പോകുമ്പോൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞങ്ങൾ 3 പേരും പോകുന്നുണ്ട്. താങ്കളും മാത്രമാണ് വന്ന വാർത്തയിലെ സത്യം, ബാക്കിയല്ല അസത്യം. ഈ ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള മീറ്റിംഗിൽ ഈ മന്ത്രിമാറ്റം സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകളുണ്ടോ? അറിയില്ല, അജണ്ട അറിയില്ല. ദേശീയ അധ്യക്ഷൻ വിളിപ്പിച്ചിരിക്കുന്നതാണോ? അല്ല, അദ്ദേഹം തന്നെ മീറ്റിംഗ് വിളിക്കുക, അല്ലാണ്ട് ഞങ്ങൾ അഖിലേന്ത്യാ മീറ്റിംഗ് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ താങ്കളും പി.സി. ചാക്കോയും തോമസ് കെ തോമസും പങ്കെടുക്കും? തീർച്ചയായിട്ടും. നാളെ എത്ര മണിക്കാണ് മീറ്റിംഗ്? 11:30. 3 മണിക്ക്? 11. അപ്പം നിങ്ങളെ വാർത്തയിൽ അത് മാത്രമാണ് സത്യം. മീറ്റിംഗ് ഉണ്ട്, നമ്മൾ മീറ്റിംഗ് പങ്കെടുക്കുന്നുള്ള സത്യമാണ്, ബാക്കിയൊന്നും സത്യവുമായ ഒരു ബന്ധമില്ല. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിലാണ് എ കെ ശശീന്ദ്രനുമായി സംസാരിച്ചത്. ബിനിൽ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ മന്ത്രിമാറ്റം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനം പോവുകയാണെങ്കിൽ MLA സ്ഥാനവും രാജിവെക്കുമെന്നുള്ള ഒരു ശക്തമായ നിലപാട് എ കെ ശശീന്ദ്രൻ സ്വീകരിച്ചു. അത് പ്രതിസന്ധിയിലാക്കി പാർട്ടിയെ എന്നൊക്കെ കേട്ടിരുന്നു. അതിൽ എന്തെങ്കിലും മയപ്പെടലുണ്ടോ? എ കെ ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ മയപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. മറുപക്ഷത്ത് തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി എല്ലാ ചരടുവലികളും നടത്തുന്നു. അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ പി.സി. ചാക്കോയും അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങളും വാർത്തകളും. എന്തായാലും നാളെ ഈ മന്ത്രിമാറ്റം സംബന്ധിച്ച കാര്യത്തിൽ ഒരു നിർണായകമായ തീരുമാനം പ്രതീക്ഷിക്കുകയാണ്. ദേശീയ അധ്യക്ഷൻ ശരത് പവാറിൻ്റെതായിരിക്കും അന്തിമ തീരുമാനം. ശരത് പവാർ 3 നേതാക്കളോടും മുംബൈയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എ കെ ശശീന്ദ്രനും പി.സി. ചാക്കോയും തോമസ് കെ തോമസും നാളെ ശരത് പവാറിനെ കാണും. ദേശീയ അധ്യക്ഷൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം എ കെ ശശീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. കാരണം ശരത് പവാറിന് ഒരു മന്ത്രിമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ശരത് പവാറിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ശരത് പവാർ ഈ 3 നേതാക്കളെയും മുംബൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ആ ചർച്ചയിലൂടെ ഈ മന്ത്രിമാറ്റം സംബന്ധിച്ച കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കുകയാണ്. ശരത് പവാർ മന്ത്രി മാറണം എന്ന നിലപാടെടുത്താൽ എ കെ ശശീന്ദ്രന് ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തോമസ് കെ തോമസ് NCPയുടെ പുതിയ മന്ത്രിയായി വരും. എന്തായാലും തീരുമാനം അന്തിമമായി വരാനിരിക്കുന്നത് ശരത് പവാറിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. തോമസ് കെ തോമസ് ഏറെക്കാലമായി മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. പക്ഷേ അക്കാലത്തൊന്നും അദ്ദേഹത്തിന്റെ ആ നീക്കങ്ങൾക്ക് കൂടുതൽ പാർട്ടിയിൽ നിന്നുള്ള പിന്തുണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അല്പം കൂടി കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് കൂടുതൽ പിന്തുണ ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ അധ്യക്ഷന് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നിരിക്കുന്നത്. ശരത് പവാറിന്റെ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.